കാണുന്നത് വരെ കാണണം എന്നൊരു മോഹം, കണ്ടാൽ ഒരു ഭ്രമം. അത് കഴിഞ്ഞാലോ ഭ്രമവും മോഹവും നീങ്ങി കണ്ണടച്ച് അവനവനിൽ തന്നെ അമർന്നിരിക്കുന്ന ആ ഉൾ ശാന്തതയും ഉൾ ശിവത്വവുമാണ്. ശാന്തം ശിവം അദ്വൈതം. അവിടെ രണ്ട് എന്നൊരു സ്ഥാനമില്ല. സുഖദുഃഖങ്ങൾ ഇരട്ടയാണ്. ദുഃഖത്തോട് ചേർന്ന് നോക്കുമ്പോഴേ സുഖം സുഖമാവുന്നുള്ളൂ. ആ സുഖദുഃഖങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിന് തരാനുമുള്ളൂ. അങ്ങനെ രണ്ടായി തരംതിരിക്കാൻ അവകാശമില്ല, സ്ഥലമില്ല, കൊടുക്കാനില്ല. അങ്ങനെ ഇരിക്കുന്ന അദ്വൈതം. പിന്നെയോ ചതുർത്ഥം. എന്താണ് ഈ ചതുർത്ഥം? നാലാമത്തത്. എന്താ ഈ നാലാമത്തത്? നമുക്ക് മൂന്നെണ്ണേ ഉള്ളൂ. ഏതാ മൂന്നെണ്ണം? ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത് 1, അത് കഴിഞ്ഞാലോ ഉറക്കം രണ്ടാമത്തത് സുഷുപ്തി, മൂന്നാമത്തത് രണ്ടിൻ്റെയും ഉള്ളിലുള്ള സ്വപ്നം. ഈ മൂന്നവസ്ഥയല്ലേ നിങ്ങൾക്ക് ജനിച്ചത് മുതൽക്ക് മരിക്കുന്നവരെയുള്ളൂ. പ്രേക്ഷകരെ കേൾക്കൂ, ചിന്തിക്കൂ. നിങ്ങൾക്ക് ഈ മൂന്നെണ്ണല്ലേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചോളൂ, ഉണ്ടോളൂ, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്തോളൂ, ഉദ്യോഗം കിട്ടിക്കോട്ടെ, കല്യാണം കഴിച്ചോട്ടെ, ഭാര്യ ഗർഭം ധരിച്ചോട്ടെ, പൊന്നുമോലെ ഒരു പൊന്നു കുട്ടനുണ്ടായി ആയിക്കോട്ടെ, മടിയിലെടുത്തോളൂ, ഒക്കത്ത് വെച്ചോളൂ, നടന്നോളൂ, എവിടെ വേണമെങ്കിൽ പൊക്കോളൂ, കഴുത്ത് നിറച്ച്, കൈ നിറച്ച്, വിരൽ നിറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അവസ്ഥ മൂന്നല്ലേ? ഉറക്കത്തിൽ ഇതൊക്കെ പോവില്ലേ? അവിടെ ഭാര്യയുണ്ടോ, ഭർത്താവുണ്ടോ, കുട്ടിയുണ്ടോ, സ്വർണ്ണുണ്ടോ, പണ്ടുണ്ടോ, ഒക്കെ പോയില്ലേ? അപ്പൊ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥകളേ ഉള്ളൂ. ഈ മൂന്നവസ്ഥകളും വന്നു പോകുന്നതാണ്. ഉണർന്നിരിക്കുന്നവൻ ഉറങ്ങും, ഉറങ്ങിയിരിക്കുന്നവൻ സ്വപ്നം കാണും, സ്വപ്നത്തിൽ നിന്ന് ഉണരും, ഉണർന്നിട്ട് പിന്നെയും ഉറങ്ങും. ഇങ്ങനെ ഈ മൂന്നെണ്ണം ഇങ്ങനെ ആഗന്തുകങ്ങളാണ്, വന്നു പോകുന്നതാണ്. അപ്പൊ ഈ വന്നു പോകുക എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെ വരണു, എങ്ങനെ പോണു? ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ എണീക്കുക? ജാഗ്രത വിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറങ്ങിയവനെ എഴുന്നേൽപ്പിക്കണമല്ലോ. സ്വപ്നത്തിലേക്ക് അയക്കണമെങ്കിൽ സ്വപ്നത്തിലേക്കും പറഞ്ഞയക്കണം, അതിന്ന് എഴുന്നേൽക്കണം. അപ്പൊ ഇത് മൂന്നും ഉണ്ടാവണമെങ്കിൽ നാലാമത്തെ ഒന്ന് അവിടെ വേണം. അതാണത് ചതുർത്ഥമാവണത്. അല്ലാതെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ല. ഈ മൂന്നെണ്ണം ഇവിടെ കണ്ടുപിടിച്ചു. ഇത് മൂന്നുമല്ലാത്ത ഒന്നുണ്ട്. ആ മൂന്നുമല്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ചതുർത്ഥം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതൊരു ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല, ആനന്തര്യത്തെ സൂചിപ്പിക്കുന്നതല്ല. അത് വെറും വ്യത്യസ്തതയെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നിനെ 4 എന്ന് ഞങ്ങൾ പറയുന്നു. ആ 4 എന്താ? ഈ മൂന്നിൻ്റെയും അധിഷ്ഠാനമായിട്ടുള്ളത്. ആരാണോ നമ്മളെ ഉറക്കുന്നത്, എന്തിൻ്റെ പ്രഭാവത്താൽ നമ്മൾ ഉറങ്ങുന്നുവോ, എന്തിൻ്റെ പ്രഭാവത്താൽ ഉറക്കം വിട്ട് ഉണരുന്നുവോ, ആ ഉണർവ് വിട്ട് പിന്നെയും ഉറങ്ങി, ഉറക്കത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോയി, സ്വപ്നത്തിൽ നിന്ന് സ്വപ്നം വിട്ട് വീണ്ടും ഉണർന്നു, ഇങ്ങനെ മാറി മാറി ഒരു വീട്ടിൽ 3 മുറിയുണ്ട്. 3 മുറിയേ ഉള്ളൂ. ആ 3 മുറിയിലെ ഏതെങ്കിലും ഒരു മുറിയിലാവും ഉടമസ്ഥൻ. വേറെ സ്ഥലമില്ല, 3 മുറിയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ബാത്റൂമാണ്. അപ്പം അയാളെ എവിടെ പോയാൽ കാണാം? മുറി നമ്പർ 1, അതില്ലെങ്കിൽ തീർച്ചയായും നമ്പർ 2, ഇല്ലെങ്കിലോ നമ്പർ 3. 2 മുറിയിൽ കൂടി ഉണ്ടാവും അയാൾ. വീട്ടുടമസ്ഥൻ 2 മുറിയിലുണ്ടാവില്ലല്ലോ. എപ്പോൾ നോക്കിയാലും ഒരു മുറിയിൽ. വീടുണ്ടാക്കിയിരിക്കുന്നത് എന്തിനാ? ഗൃഹനാഥന് താമസിക്കാൻ. വീട് ഗൃഹനാഥനല്ല, ഗൃഹനാഥനൊന്ന് വേറെയാ. അദ്ദേഹത്തിന് താമസിക്കാനാണ് 3 മുറിയുള്ള വീട്. അപ്പം ആ വീട് മാത്രമേ ഉള്ളൂ. അവിടെ ഗൃഹനാഥൻ ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ആ ഗൃഹനാഥൻ ആരാ? ഈ 3 മുറിയുമല്ല. 3 മുറിയും അല്ലെങ്കിലോ നാലാമത്തെ ഒരാളാ. ആ ആളെ എവിടെ കാണാം? ഏതെങ്കിലും ഒരു മുറിയിൽ. ആ മുറിയിൽ എപ്പോഴും ഇരിക്കുകയോ? ഇല്ല. ഒരു മുറി വിട്ട് ഇനിയൊരു മുറിക്ക് പോവും, ആ മുറി വിട്ട് ഇനിയൊരു മുറിക്ക് പോവും, രണ്ടാമതും വരും ആദ്യത്തെ മുറിയിലേക്ക്. എപ്പോഴെങ്കിലും ഒരു മുറിയിൽ കാണാം. ഈ മുറികൾ അദ്ദേഹമാണോ? അല്ല. എന്താ കാരണം? ഒരു മുറി വിട്ട് ഇനി ഒരു മുറിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം വളരെ വ്യക്തമാണ്. പക്ഷേ ആ മുറിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് പറയും? വീട്ടുനാഥൻ ഇരിക്കാനുള്ള വീട്ടുനാഥൻ്റെ മുറിയാണെന്ന് പറയും. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥ നാലാമത്തെ ഒന്നിൻ്റെ ജാഗ്രത അവസ്ഥയാണ്. അത് വിട്ട് ഉറങ്ങുമ്പോഴോ ആ നാലാമത്തവൻ്റെ ഉറക്കം, നാലാമത്തവൻ്റെ സ്വപ്നം. ആ നാലാമത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു അധിഷ്ഠാനം. 4 എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട് എന്ന് അർത്ഥമല്ല. ഈ 3-ൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒന്ന് കഴിഞ്ഞ് ഓരോന്നും ആനയിച്ചുകൊണ്ട് അതിനെയും വിട്ട് രണ്ടാമത് കൈക്കൊണ്ട് രണ്ടാമതും വിട്ട് അങ്ങനെ നടക്കുന്ന ഒരു നാലാമത്തവൻ.
ആ നാലാമത്തതായി കണക്കാക്കണു ഈ ഉൾബോധത്തെ, ആ പരമചേതനയെ. സ ആത്മാ, അതാണ് ആത്മാ. സവിജ്ഞേയ, അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. സ ആത്മാ സവിജ്ഞേയ. അപ്പൊ നിങ്ങൾ ആത്മാ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളും ഇനി സംശയിക്കരുത്, ഒറ്റ ആളും ഓടരുത്. ആത്മാ തീർത്ഥയാത്രയ്ക്ക് പോയി. എവിടെ 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 കാണും നിങ്ങളിതിനെ? സമന്തപഞ്ചകത്തിൽ ചെന്നാൽ കാണാൻ പറ്റുമോ? കുരുക്ഷേത്രത്തിൽ ചെന്നാൽ പറ്റുമോ? ഇതൊക്കെ പുണ്യസ്ഥലങ്ങളാണ്. പുണ്യവാന്മാരിരുന്നിട്ടുണ്ട്, പുണ്യകർമ്മങ്ങൾ നടന്നിട്ടുണ്ട്, പുണ്യസ്വാധീനങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആത്മാവിനെ വേണോ? പോക്ക് നിർത്തേൻ, നിർത്തേൻ. അറിവുള്ള സജ്ജനങ്ങളെ, പ്രബുദ്ധനായിട്ടുള്ള ഒരാളെ, തത്വജ്ഞാനിയെ സമീപിക്കൂ, പ്രണമിക്കൂ, ആദരിക്കൂ. നിങ്ങളുടെ ദാഹം അറിയിക്കൂ. ദാഹം തീർക്കാനുള്ള തണുപ്പ് ജലം, ആ ജ്ഞാനജലം അഭിലഷിക്കൂ, ആവശ്യപ്പെടൂ, അതിന് നിർബന്ധിക്കൂ. അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ കഴിയൂ. ആ സേവനത്തിലാണ്. ഇപ്പൊ വീട്ടുകാരെ സേവിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? പ്രപഞ്ചം, ബാധ. അതാണ് നമുക്ക് കിട്ടുന്നത്. അത് പോട്ടെ, ഇതിന് ഓപ്പോസിറ്റാണ് മറിച്ചത്. ഇതാ സാധാരണ ഗൃഹജനങ്ങളെ, നശ്വരന്മാർ നശ്വര സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സ്നേഹിക്കുമ്പോൾ നശ്വരത വർദ്ധിക്കുകയുള്ളൂ. തന്നെ ഇരുന്നപ്പോൾ ഒറ്റയാ, കല്യാണം കഴിച്ചപ്പോൾ രണ്ടാളായി. രണ്ടാളെക്കുറിച്ചും ആലോചിച്ച വേവലാതിപ്പെടണം. ഒരു കുട്ടിയും കൂടി ഉണ്ടായപ്പോഴോ 3ആയി. ഒരു നശ്വരം ഇപ്പം 3 ഇനി കുട്ടിക്ക് കല്യാണം കഴിച്ചാൽ 4ആയി. അവർക്ക് കുട്ടികളുണ്ടായാലോ കൂടി. അപ്പോൾ ഒറ്റയ്ക്ക് പുറപ്പെട്ടിട്ട് ഇപ്പം നമ്മുടെ യാത്ര, ലോകയാത്ര ഇപ്പം എവിടെയാ? മുത്തശ്ശനും മുത്തശ്ശിയായി, മുതുക്കിയായി. അപ്പോഴോ എണ്ണങ്ങൾ കൂടി. അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്ക് സജ്ജനങ്ങളുടെ അടുത്ത് ചെന്ന് തത്വോപദേശം തേടി അവരുടെ സേവനത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞ്, ആശ്രമമാണെങ്കിൽ ആശ്രമത്തിൽ ചെല്ലുക, അവിടെയുള്ള ദിനചര്യകളിൽ പങ്കെടുക്കുക, അവിടെയുള്ള സംഭാഷണമോ സംവാദമോ എന്തുണ്ടെങ്കിൽ അതിലങ്ങനെ ഉള്ളു കുതിരട്ടെ. അതാണ് ഇതിനുള്ള വഴി. സ ആത്മാ സവിജ്ഞേയ, അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞതിൻ്റെ വിവരണമാണ് നിങ്ങൾക്ക് തരണത്. നാന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാ സവിജ്ഞേയ. എവിടെ പോയി കാര്യങ്ങൾ? എവിടുന്നാ പുറപ്പെട്ടത്? ഓങ്കാരം. ഓങ്കാരം, അതിന് 3 പാദമുണ്ട്. ആ 3 പാദം വെച്ചുകൊണ്ട് 4-മത്തൊരു പാദം കണ്ടുപിടിക്കണം. ഓങ്കാരം ആ പോലെയല്ല, ഊ പോലെയല്ല, ഉമ്മ പോലെയല്ല. ഇത് 3മല്ലാതെ 3ഉം കൂടി ചേർന്ന് ഓം. അതിനെവിടെയാ സാദൃശ്യം? അകാരത്തോടോ ഉകാരത്തോടോ ഉംകാരത്തോടോ സാദൃശ്യമുണ്ടോ? ഇല്ല. 3 കൂടിയതാ. അപ്പൊ ഈ 3ഉം കൂടി 4മതൊന്നിനെ സൂചിപ്പിക്കണു എന്ന് മനസ്സിലാക്കി ആ 4ന്റെ പ്രകടന വിശേഷമാണ് ഇത് മുഴുവനും എന്നറിയണം. ഇതാണ് ഇതിനുള്ള വഴി. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഇങ്ങനെയുള്ള ഒരു ആത്മാവിന് നാന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം, ഇങ്ങനെ ഇത് ഒന്നുമല്ല 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിവരിക്കുമ്പോൾ അതിനെ അറിയുന്നത് വളരെ വളരെ അപൂർവം, അത്യപൂർവം, അതിമഹത്വം, അത്യാശ്ചര്യവുമല്ലേ? അതെ അതെ. ആ അത്യാശ്ചര്യത്തെ മനസ്സിലാക്കിയവനോ ആ ആളും അത്യാശ്ചര്യവാനാ. അതാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത് എന്ന് പറഞ്ഞത്. ഈ ആത്മാവ് ഈ പ്രപഞ്ചത്തിന് മുഴുവനും മൂലമാണ്, ഹേതുവാണ്. ഒരു മണവും ഒരു ഗുണവും ഒന്നുമില്ലാത്തത് എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ നിസ്സാരമായി തള്ളും. എല്ലാവരും പറയും നിരാകാരം നിരാകാരം. പിന്നെ എന്താ ആകാരം? ആകാരം ഇവിടെ ഉണ്ടല്ലോ. എല്ലാ ആകാരങ്ങളും എന്തിൽ നിന്ന് പുറപ്പെടുന്നുവോ, ഒരുമിച്ച് പുറപ്പെടുന്നുവോ ആ വസ്തുവിന് ഏതെങ്കിലും ഒരു ആകാരം ഉണ്ടാവുമോ? മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ചോദ്യം? ഇപ്പം മനുഷ്യൻ, ഒരു മനുഷ്യജനനി മനുഷ്യരെ പെറും, ഒരു മൃഗജനനി അതേ വർഗത്തിലുള്ള മൃഗത്തിനെ പെറും, പക്ഷിജനനിയോ പക്ഷികളെ പെറും. ഏതെങ്കിലും ഒരമ്മ മനുഷ്യനെയും മൃഗങ്ങളെയും പക്ഷികളെയും സർവ്വതിനെയും പെറുന്ന ഒരമ്മയാണെങ്കിൽ ആ അമ്മ ആരായിരിക്കും? നിങ്ങളൊന്ന് പറയും.
ആ പെറ്റ കുഞ്ഞുങ്ങളിൽ ഏതെങ്കിലും ഒന്നാവാൻ വഴിയുണ്ടോ അതിന്? മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ മാത്രമേ പെറൂ. ഇത് സർവ്വജന്തുക്കളെയും പെറുന്ന ഒരമ്മ സർവ്വജന്തുക്കളിൽ നിന്നും വിലക്ഷണമായിരിക്കണം. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? കുഴഞ്ഞ മണ്ണ്, ആ മണ്ണ് കൊണ്ട് ആനയുണ്ടാക്കി, കുതിരയുണ്ടാക്കി, ഒട്ടകമുണ്ടാക്കി, തത്തയുണ്ടാക്കി, പാമ്പിനെ ഉണ്ടാക്കി, സർവ്വ സാധനങ്ങളെയും ഉണ്ടാക്കണം. എല്ലാ സാധനങ്ങളെയും ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ മൂല കുഴഞ്ഞ മണ്ണുണ്ടല്ലോ, അതിന് വല്ല ആകൃതി ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. വെറും വെള്ളം എടുത്തോളൂ, ഏത് നിറം അതിലിട്ടാലും ആ നിറം അതിൽ കാണാം, അതങ്ങോട്ട് പ്രതിഫലിക്കും. അപ്പം ആ വെള്ളത്തിന് ഒരു നിറം ഉണ്ടാവരുത്. വെള്ളത്തിന് സ്ഥായിയായ വല്ല നിറം ഉണ്ടെങ്കിൽ ആ നിറത്തിനെ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മുടെ നാവെടുത്തോളൂ, കാറ്റെടുത്തോളൂ. കാറ്റിന് സ്വതവേ ഒരു മണവുമില്ല. അതുകൊണ്ട് എന്ത് മണത്തെയും കാറ്റ് വഹിച്ച് നമുക്ക് കൊണന്നു തരും. നമ്മുടെ നാവിന് ഒരു രുചിയുമില്ല, സർവ്വ രുചികളെയും അതുകൊണ്ട് രുചിക്കാൻ പറ്റും. അപ്പം നിരാകാരം എന്ന് പറഞ്ഞാൽ സാകാരങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടത് എല്ലാമായി തീരാൻ ശക്തിയുള്ളത് എന്നാണ് അതിനർത്ഥം. അല്ലാണ്ട് നിരാകാരം എനിക്ക് പറ്റില്ല, ശാകാരം വേണം എന്നെന്താ നിങ്ങളിങ്ങനെ പറയുന്നത്? ബുദ്ധിയില്ലേ നമുക്ക്? സ്ത്രീകൾക്ക് എന്താ ബുദ്ധി കുറവാ? പുരുഷന്മാരെ പെറ്റുണ്ടാക്കിയിട്ടുള്ള സ്ത്രീകളുടെ ബുദ്ധി പുരുഷന്മാരെക്കാളും മികച്ചതാണ്. അപ്പം ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഈ ആത്മാ പരമാത്ഭുതമായിരിക്കാൻ കാരണം പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് എല്ലാ പ്രപഞ്ച വസ്തുക്കൾക്കും ഉറവിടമായി സ്രോതസ്സായിരിക്കുന്നത് കൊണ്ടാണ് അത് പരമാത്ഭുതമാവണത്. എന്നാൽ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? മനസ്സിന് ശുദ്ധിയില്ലാത്തത് കൊണ്ട്, വേണം എന്നുള്ള മുമുക്ഷുത്വമുണ്ടല്ലോ അതില്ലാത്തത് കൊണ്ട്. 4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളല്ലേ ഈ സാധന ചതുഷ്ടയം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നിത്യാനിത്യ വസ്തു വിവേക, നിത്യം അനിത്യം ഈ വസ്തുക്കൾ തമ്മിലുള്ള വേർതിരിച്ചറിവ്. ഇഹാമുത്ര ഫലഭോഗ വിരാഗ, ഇഹലോകത്തിലും പരലോകത്തിലും സുഖമനുഭവിക്കണം, ഭോഗവസ്തുക്കൾ വേണം എന്നുള്ള വിചാരമില്ലാതെയാവുക. ശമദമാതി ഷഡ്ക സമ്പത്തി, ശമം ദമം തിദിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 6 ലക്ഷണങ്ങൾ. പിന്നെയോ മുമുക്ഷുത്വം, ഈ പ്രപഞ്ചത്തിൽ നിന്ന് മോക്ഷം കിട്ടണം, പരമാത്മാവിനെ അറിയണം എന്നുള്ളൊരു വിചാരം. ഈ 4 ലക്ഷണങ്ങളോ ഗുണമൂല്യങ്ങളോ ഉള്ളവർക്കാണ് ഈ അന്വേഷണം സാധിക്കുക. അതിൽ ശമം എന്ന് പറഞ്ഞാലോ ആഗ്രഹമില്ലായ്മ. കഠോപനിഷത്ത് പറയാണ്, നാവിരതോ ദുശ്ചരിതാത് നാശാന്തോ നാസമാഹിത നാശാന്ത മാനസോ വാപി പ്രജ്ഞാനേന ഇനമാപ്നുയാത്. ഒരാളും വിചാരിക്കരുത് വെറും ബുദ്ധിയുടെ സൂക്ഷ്മത കൊണ്ടോ കൂർപ്പ് കൊണ്ടോ നമുക്ക് ഈ ആത്മാവിനെ മനസ്സിലാക്കാമെന്ന്. ബുദ്ധിസൂക്ഷ്മത വേണം. ആ ബുദ്ധിസൂക്ഷ്മതയോടൊപ്പം മനഃപവിത്രതയും വേണം. മനസ്സാണ് നമ്മളിൽ കൂടുതൽ പ്രമാണം. അപ്പം ആ മനസ്സിൻ്റെ ശുദ്ധി വളരെ വിശേഷമാണ്. നാവിരതോ ദുശ്ചരിതാത്, ഒരു വിധത്തിലുള്ള ദുശ്ചര്യയും നമുക്കുണ്ടാവരുത്, അതൊന്ന് മടങ്ങിയവനാവണം. നാശാന്തോ നാസമാഹിത, ആഗ്രഹങ്ങളില്ലാത്തവൻ. നാസമാഹിത, നിയന്ത്രണങ്ങൾ അനിയന്ത്രിതനായിരിക്കരുത്, നിയന്ത്രണമുള്ളവൻ. നാശാന്ത മാനസോ വാപി, മനസ്സ് ശാന്തമനസ്കനാകണം, അതല്ലാത്തവൻ. അങ്ങനെ ഒരാൾക്കും പ്രജ്ഞാനേന ഇനമാപ്നുയാത്, വെറും ബുദ്ധിവിശേഷം കൊണ്ട് ഇത് മനസ്സിലാക്കാമെന്ന് ഒരാളും വിചാരിക്കരുത്. ദുശ്ചരിതം ഉണ്ടാവരുത്, അശാന്തി ഉണ്ടാവരുത്, അസമാഹിതത്വം ഉണ്ടാകരുത്, അശാന്ത മനസ്സുണ്ടാവരുത്. അപ്പം ആ മനസ്സിൻ്റെ ശുദ്ധി, ആ ഹൃദയത്തിൻ്റെ സരളത, സാരല്യം, ബുദ്ധിയുടെ സൂക്ഷ്മമായ ശുദ്ധമായ ബുദ്ധിയും ഇതൊക്കെ ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ശരിയായിട്ടുള്ള ഒരു തത്വജ്ഞാനിയെ വിവരിക്കുകയാണ് ശങ്കരാചാര്യൻ. അദ്ദേഹം ഒരു സന്യാസിവര്യൻ, ദേശികനായിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ വിവരണം വളരെ വിശേഷ. ശ്രോത്രിയോ അവൃജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഃ ബ്രഹ്മണ്യുപരതശാന്തഃ നിരിന്ധന ഇവാനലഃ അഹേതുകദയാ സിന്ധുഃ ബന്ധുരാനമതാം സദാം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കൽക്കട്ടയിലെ സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്ന കാലത്താണ് ഇതാദ്യമായിട്ട് കണ്ടത്. ശ്രോത്രിയോ അവൃജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഃ. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്തിൽ ആരെങ്കിലും ഈ അധ്യാത്മ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ശാസ്ത്രം നല്ല പോലെ വശാക്കാൻ പറ്റില്ല. ഈ ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ പിന്നാലെ പോകാതെ
ഇപ്പം നമുക്ക് പല ആൾക്കാരും ഈ ഹഠയോഗം എന്ന് പറയുന്ന യോഗം ഉണ്ടല്ലോ, മുദ്രകൾ, അതിന് പലതരത്തിലുള്ള ആവിഷ്കരണങ്ങളും കൊടുത്ത് മനുഷ്യരെ പലതരത്തിലും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ? ഒക്കെ ദൈഹികമാണ്, പ്രത്യക്ഷമായിട്ട് കാണാം. ഞാനൊരു പ്രാണായാമം നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്കത് കണ്ടു പഠിക്കാം. ഒരു മുദ്ര അഭ്യസിപ്പിച്ചാൽ ആ മുദ്ര നിങ്ങൾക്കും ചെയ്യാം. ഒരാസനങ്ങൾ കാണിച്ചു തന്നാൽ അതും ചെയ്യാം. ഇപ്പം നമ്മുടെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സസൈസ് ഉണ്ട് പ്രധാനപ്പെട്ടത്, വളരെയധികം ശക്തിയാണ്. എത്ര ആൾക്കാരാണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്? സാധാരണ ഈ ഫിസിയോതെറാപ്പി മുഴുവനും ആസ്പത്രിയുടെ ഒരു വിഭാഗമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നല്ല ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങണം. ആസ്പത്രിയിൽ അവർക്ക് ഓർത്തോപെഡിക് സർജൻ്റെ കീഴിലുള്ള ഒരു സ്ഥാനമാണ്. പക്ഷേ ഫിസിയോതെറാപ്പി തന്നെ നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്വന്തം ശാസ്ത്രമാണത്, തനതായിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ എത്രയെത്ര മസിലുകളാണ്, മാംസപേശികളാണ്. ആ മാംസപേശികൾ, അനവധി മാംസപേശികൾ നമ്മൾ ഒരേമാതിരി പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് അതുമാത്രമേ അനങ്ങുള്ളൂ. അനങ്ങാതെ ഇരിക്കുന്ന പലതും ദ്രവിച്ചു പോകുന്നതുണ്ട്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹത്തിന് നല്ല പോലെ അറിയാം. എങ്ങനെയാ അറിയാം? അവർ ആ ശാസ്ത്രം പഠിച്ചവരാ, അവർക്ക് അതാണ് തൊഴിൽ. അപ്പം എവിടെ ഏത് മസിലുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, പ്രവർത്തിപ്പിക്കാൻ എന്ത് എക്സസൈസ് വേണം, അതിന് ബോളും അതും ഇതും ഒക്കെ വെച്ചിട്ട് അവർ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കണതെന്നറിയോ? നമ്മുടെ ആശ്രമത്തിൽ മാജി, അവർക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും, നീ രണ്ടും റീപ്ലേസ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടെ ഒരു നിവേദിത എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിൽ ഒരു നല്ല ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്. അവരിപ്പോൾ ആസ്പത്രിയിൽ നിന്നൊക്കെ പോയിട്ട് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ടിരിക്കുക. അവരുടെ ഇഷ്ടപ്പടിക്ക് കുട്ടികളെ പ്രത്യേകിച്ചും ബാക്കിയുള്ളവരെയും റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യുക. കാണേണ്ട കൂട്ടത്തിലാണ്, ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടതാ. അപ്പം മാജി അവിടെ പോയാൽ 3 മണിക്കൂർ നേരം അവിടെ ചെലവ് ചെയ്യണത്, 4 മണിക്കൂർ നേരം. എന്തൊക്കെ എക്സസൈസാണ് എടുപ്പിക്കണേന്നറിയോ? അത് എടുപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാകുന്നതിന് പകരം മുഖത്തിന് തേജസ് കൂടുതലാണ്. അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. മുട്ടിന് വേദനയൊന്നുമില്ല. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ അധ്യാത്മശാസ്ത്രത്തിൽ ഇതൊന്നും വരണില്ല. ഈ മുദ്രകൾ, ആസനങ്ങൾ എന്നൊക്കെ പറയുന്നത് ദേഹത്തിൻ്റെ അവയവങ്ങൾക്കുള്ളതാണ്. പ്രാണായാമം എന്ന് പറയുന്നത് ശ്വാസകോശത്തിനും അതുവഴിക്ക് ദേഹത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും വേണ്ടതാണ്. അതൊക്കെ പ്രത്യക്ഷമായി നമുക്ക് കാണിച്ചു കൊടുത്ത് എടുപ്പിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ അധ്യാത്മം എന്ന് പറയുന്നതോ അത് ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് മനഃശുദ്ധിയിലൂടെ, ബുദ്ധിസൂക്ഷ്മതയിലൂടെ, ശുദ്ധബുദ്ധിയിലൂടെ ഗ്രഹിക്കേണ്ടതാണ്. അവിടേക്ക് പ്രവേശിക്കാൻ ആർക്കും അത്ര എളുപ്പം സാധിക്കില്ല. അപ്പോൾ ഈ ആസനങ്ങളൊക്കെ പഠിപ്പിക്കുന്നവരും അങ്ങനെയുള്ളവർക്ക് ഇപ്പം നല്ല പ്രചാരമാണ് കാണുന്നത്. നല്ലതാണ്, അങ്ങനെ ആവട്ടെ, കുറേ ആൾക്കാർ അങ്ങനെ പോട്ടെ. പക്ഷെ അതുപോലെയാണ് ഈ ശാസ്ത്രം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. എന്താ ഈ ആത്മജ്ഞാനം വളരെ അപൂർവം. അത് അർഹിക്കുന്നതും അത് ആവശ്യപ്പെടുന്നതും അത് ഡിമാൻഡ് ചെയ്യുന്നതുമായ മനോബുദ്ധി ഘടന നമുക്കുണ്ടാവണം. അതാണ് ശങ്കരാചാര്യൻ പറയുന്നത്, ശ്രോത്രിയ, ശാസ്ത്രങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണം. വേദങ്ങളിൽ നിന്ന്, വേദാന്തത്തിൽ നിന്ന് തുടങ്ങി പ്രകരണ ഗ്രന്ഥങ്ങൾ വരെയുള്ള ആത്മവിവരണങ്ങളോ പരാമർശങ്ങളോ പ്രതിപാദനങ്ങളോ ചർച്ചകളോ ആവിഷ്കരണങ്ങളോ എവിടെയൊക്കെ ഉണ്ടോ അത് മുഴുവനും കണ്ട് മനസ്സിലാക്കി ഗ്രഹിക്കണം. അവനവനൊരു ഉറപ്പ് വരണം. എന്നിട്ട് ആ വേദശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മുടെ സാധനയെ ക്രമീകരിച്ച്, ശുദ്ധീകരിച്ച്, നിയന്ത്രിച്ച്, ക്രോഡീകരിച്ച്, കേന്ദ്രീകരിച്ച് ഏകമുഖമാക്കി എടുക്കണം. ആ കാമഹത, മനസ്സിനെ കാമം, ആഗ്രഹം സ്വല്പം പോലും അഹത, ആക്രമിച്ചത് കീഴടക്കരുത്. ഒരു ജ്ഞാനി എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരാശയം ഉണ്ടാവരുത്. എനിക്കൊരാശ്രമം കെട്ടണം. കെട്ടണോ? ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറയും, ദീക്ഷ അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഈ ദീക്ഷയെ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ച് ഒരു മുത്തൻ പാറയുടെ മുകളിലിരുന്ന് തപസ് ചെയ്യൂ. കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു ഉദ്യാനമാവും എന്ന് പറയും. ഒരു ഉദ്യാനമാവും മുഴുത്ത പാറ. ഒന്നും ചെയ്യണ്ട, അത് അതിൻ്റെ പാട്ടിൽ വരും. അപ്പം നമ്മളൊരു വിഷ്ണു സഹസ്രനാമം വിശ്വമഹായജ്ഞം നടത്തി, എത്ര ബുദ്ധിമുട്ടും എത്ര അധ്വാനവുമാണ്. പണം എത്രയാ അതിന് ചെലവ്? ദശലക്ഷങ്ങളാണ്. അത് നടത്താൻ ഞങ്ങളെ പോലെയുള്ളവർക്ക് എങ്ങനെ സാധിക്കുന്ന നിങ്ങൾ പറയണത്? സാധിക്കില്ല. എന്നാലും സാധിച്ചുല്ലോ. എന്താ കാരണം? അതാണ് പ്രകൃതിയുടെ വൈഭവം, പ്രകൃതിയുടെ അധ്യക്ഷനായ പരമാത്മാവിൻ്റെ വൈഭവം.
അതിന് താല്പര്യമുള്ളവരും അത് വേണമെന്ന് തോന്നുന്നവർ കുറേയെങ്കിലും ഉണ്ടാവും, എങ്ങനെയെങ്കിലും വരും. കൃഷ്ണ പരമാത്മാവ് എന്ത് ചെയ്തു? ഒരു രാത്രി കൊണ്ട് ദ്വാരകയുണ്ടാക്കി. എവിടുന്നൊക്കെയാ സഹായം വന്നത്? നമ്മുടെ വിഷ്ണു സഹസ്രനാമ വിശ്വമഹായജ്ഞത്തിനും ദ്വാരക പോലെ സഹായം വന്നേ തീരൂ. ഇല്ലെങ്കിൽ നടക്കില്ല. നടന്നില്ലെങ്കിൽ നഷ്ടമായിരിക്ക മഹാവിഷ്ണുവിന്. ഭൂമാനന്ദ സ്വാമിക്ക് എന്ത് നഷ്ട? ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറയും, അങ്ങയുടെ പേര് പറയാനും അങ്ങയെ സ്തുതിപ്പിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു മൊട്ടത്തലയൻ ഇതിന് പരിശ്രമിച്ചു, അത് വേണ്ടതുപോലെ സഹായിക്കാതെ കാര്യം നടന്നില്ല, നഷ്ടമായിരിക്ക, എഴുതി തള്ളിക്കോളൂ അങ്ങയ്ക്ക് എന്ന് പറയും. ഞാൻ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസം തോന്നുന്നുണ്ടോ? വാസ്തവം തോന്നുന്നുണ്ടോ? അതെന്താ ഈ സ്വാമിജി ഇത്ര ധിക്കാരം പറയുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ മഹാവിഷ്ണുവായിട്ടൊക്കെ അങ്ങനെയാ. ഭഗവാനെ പേടിക്കല്ല, അദ്ദേഹമായിട്ട് അങ്ങനെ കൈകോർത്ത് പിടിച്ച് നടക്കുക. അങ്ങനെയുണ്ടല്ലോ ഒരു നില. അകാമഹതോ, മനസ്സിൽ ഒരാഗ്രഹവും ഉണ്ടാവരുത്. യോ ബ്രഹ്മവിത്തമഹ, ബ്രഹ്മത്തെ വേണ്ടതുപോലെ ഉത്തമമായി അത്യുത്തമമായ രീതിയിൽ അറിയണം. വല്ലപ്പോഴൊക്കെ ഒന്ന് കണ്ടു കേട്ടു ഒരു ദിവസം ധ്യാനിച്ചു, അപ്പോളേ ഒരു ആനന്ദസാഗരത്തിലായി. ഒരു ദിവസം ധ്യാനിച്ചു, അപ്പോൾ 5 മിനിറ്റ് നേരം ആനന്ദസാഗരം കിട്ടി, അതുകൊണ്ട് ബ്രഹ്മജ്ഞാനായോ? ബ്രഹ്മജ്ഞാനത്തിന് ഉദയവും അസ്തമനവും ഇല്ലല്ലോ. ഒരു ജ്ഞാനം ഒരിക്കൽ കിട്ടിയ എപ്പോഴേക്കുമായി അത്. ബ്രഹ്മവിത്തമഹ ബ്രഹ്മണ്യുപരതശാന്തോ നിരിന്ധന ഇവാനലഹ. അദ്ദേഹത്തിൻ്റെ മനോവൃത്തി, അദ്ദേഹത്തിൻ്റെ ആശ്രയം, അദ്ദേഹത്തിൻ്റെ അധിഷ്ഠാനം എല്ലാം തന്നെ ബ്രഹ്മത്തിലാവണം. അദ്ദേഹത്തിൻ്റെ ഉപരതി, അതിലൊതുങ്ങിയിരിക്കുന്ന ആള്. ദൃശ്യത്തിൽ നിന്ന് പോയി തൻ്റെ മനസ്സും ആശ്രയവും സ്ഥിതിയും ഗതിയും എല്ലാം ദൃഷ്ടമണ്ഡലത്തിലാവണം, ശാന്തനാവണം. നിരിന്ധന ഇവാനലഹ, താൻ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു, സാധനയെല്ലാം ചെയ്തു, എല്ലാം സിദ്ധവസ്തു സാധ്യവസ്തു സിദ്ധമായി. അങ്ങനെ എല്ലാം കിട്ടിയതിന് ശേഷം കത്തിക്കാനുള്ള വർഗം മുഴുവൻ കത്തിച്ച് കനലിൽ പൂഴ്ന്നു കിടക്കുന്ന അഗ്നി പോലെ ചെയ്യേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി തനിക്ക് കിട്ടിയിട്ടുള്ള വൈഭവം മുഴുവനും ആസ്വദിച്ചു കൊണ്ടിരിക്കണം. ഒരാൾക്കും അറിയില്ല. ദേഹം നോക്കിയാൽ ഉള്ളറിയാൻ പറ്റുമോ? പറ്റില്ല. അഹേതുകദയാ സിന്ധു, ദയാസമുദ്രം. അഹേതുകം, ഒരു കാരണമില്ലാതെ പ്രവഹിക്കുന്ന ദയാസമുദ്രമായി ബന്ധുരാനമതാം സദാം, തൻ്റെ അടുത്ത് വന്ന് പ്രണമിച്ച് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണേ എന്ന് അപേക്ഷിക്കുന്നവർക്ക് ഉത്തമ ബന്ധുവായിരുന്ന് തത്വം പ്രതിപാദിച്ചു കൊടുക്കുക. കൃഷ്ണൻ എപ്പോഴാണ് വായ തുറന്നത്? അർജുനൻ നമസ്കരിച്ച് യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞപ്പോഴേ ഉപദേശിച്ചുള്ളൂ. അതുവരെയോ വായ തുറന്നില്ല. സുഭദ്രയെ കെട്ടിച്ചു തരണം എന്ന് പറഞ്ഞു, കെട്ടിച്ചു കൊടുത്തു. ഇതുവരെ ചോദിച്ചിട്ടില്ല അർജുനൻ എനിക്ക് ശ്രേയസ് വേണമെന്ന്. ഇപ്പൊ ചോദിച്ച് കാല് പിടിച്ചപ്പോഴാണ് ശ്രേയസ് വിവരിക്കാൻ തുടങ്ങിയത്. ആ വിവരിക്കുന്ന രീതി ഒന്ന് നോക്കൂ, എത്ര രമണീയമാണത്. വനത്തിൽ കുടീരങ്ങളിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വൈരാഗ്യമൂർത്തികളായി വരുന്ന ശിഷ്യന്മാർക്ക് ഏകാന്തതയിൽ അനേക ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പക്ഷങ്ങളും ഇരുന്ന് ഉപദേശിക്കുന്ന ആ സത്യം ഈ കൃഷ്ണനുണ്ടല്ലോ 2-2.5 മണിക്കൂർ കൊണ്ട് ഒരു പുതിയ വേഷം, ഒരു പുതിയ വീക്ഷണം നൽകി പുതിയ ചട്ടക്കൂട്ടിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു. അതാണ് ഇന്ന് ജനങ്ങൾ അറിയുക. ഉപനിഷത്ത് അത്ര അറിയില്ല. ഈ ഭഗവത്ഗീതയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ലോകം മുഴുവനും അറിയിക്കും വിധം ഈ ഭഗവത്ഗീതയുടെ ഒരു പാരായണം, ഒരു 108 തവണയെങ്കിലും പാരായണം ചെയ്യണം. ഇത് ആ 108 തവണ പാരായണം ചെയ്യണമെങ്കിൽ ഏതാണ്ട് 300 മണിക്കൂർ വേണം. തോരാതെ നമ്മൾ പകൽ മുഴുവൻ പാരായണം ചെയ്ത് വൈകുന്നേരം ചില തത്വപ്രവചനങ്ങളുമായി വലിയ ഒരു ശ്രീമദ് ഭാഗവത മഹായജ്ഞം നടത്തണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ശ്രീമദ് ഭഗവത്ഗീത വിശ്വമഹായജ്ഞം. ഭഗവത്ഗീത വിശ്വമഹായജ്ഞം യുണൈറ്റഡ് നേഷൻസിനെയും വേൾഡ് ബാങ്കിനെയും എല്ലാം പിടിച്ചു കുലുക്കത്തക്ക വിധത്തിൽ ഒരു ഭഗവത്ഗീത നടക്കുമെന്നറിയില്ല. നടത്തണം എന്ന് മനസ്സിൽ സങ്കല്പമുണ്ടല്ലോ. എന്താ പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ വിഷ്ണു സഹസ്രനാമ വിശ്വയജ്ഞ മഹോത്സവം ഉദ്ദേശിച്ചതിലേറെ ആൾക്കാർ വന്ന് അവർക്ക് സമ്മേളിക്കാനുള്ള സ്ഥലവും സൗകര്യവും ഇല്ലാതെയും നമ്മുടെ പരമേശ്വരൻ അത് വേണ്ടതുപോലെ നടത്തി. അതുപോലെ ഇതെങ്ങനെയാ? സാധാരണ ഒരു സപ്താഹം നടത്തിയാൽ എത്രയാ? 35 മണിക്കൂറാണ്, 6-7 ദിവസം കൊണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയോ അല്ലെങ്കിൽ 4 മണി വരെയോ
അല്ലെങ്കിൽ 5 മണി വരെയോ ജപിച്ചാൽ എത്ര തവണ ജപിക്കാൻ പറ്റും? 12 മണിക്കൂർ, 4 തവണയൊക്കെ ജപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 108 തവണ ജപിക്കണമെങ്കിൽ എത്ര ദിവസം വേണം? അപ്പം അതിന് പറ്റിയ ഒരു സ്ഥലം, അതിനുള്ള സൗകര്യം, അതിനുള്ള സന്നാഹങ്ങൾ, ഇത് ജപിക്കാൻ ആരാ വരിക? നല്ല രീതിയിൽ നല്ല ടോണിൽ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നാലേ പറ്റുള്ളൂ. ദക്ഷിണ ഭാരതത്തിൽപ്പെട്ടവർക്കാണ് ഇത് ജപിക്കാനുള്ള ആ ഉച്ചാരണ ശുദ്ധിയും രീതിയും ഒക്കെ കിട്ടുക. വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് പ്രായേണ കുറവാണ്. നമ്മൾ നല്ലോണം ജപിക്കുന്നത്. വിഷ്ണു സഹസ്രനാമ ജപം വളരെ കേമായി. നമ്മുടെ ആശ്രമത്തിലെ സംസ്കാര പൈതൃക ക്ലാസ്സിലുള്ള കുട്ടികൾ വന്ന് 2 തവണ ജപിച്ചു. അവർ എന്തായിരുന്നു ആ സത്രശാല? ഒരു പുതിയ ശബ്ദ സമുച്ചയം കൊണ്ട് മുഖരിതമായി. അത് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഉപായപ്പെട്ടതല്ല. അതൊരു ഭരണശാസ്ത്ര ഗീതയാണ്, അതൊരു ജീവിത ഗീതയാണ്, അതൊരു സമ്പർക്ക സാധനാ ഗീതയാണ്. ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം. ഒടിഞ്ഞു കുഴഞ്ഞ് തൂങ്ങി തളർന്ന് ഇരുന്ന അർജുനനെ 2 മണിക്കൂർ സംസാരിച്ച് എഴുന്നേൽപ്പിച്ച് ഗാണ്ഡീവം കയ്യിലെടുപ്പിച്ച് പൊരിഞ്ഞ യുദ്ധം 18 ദിവസം ചെയ്യിച്ചതാണ് ഈ ഭഗവത്ഗീത. നിങ്ങൾ വേറെ ഒരു തരത്തിലും ഭഗവത്ഗീതയെ കാണരുത്. ഞാൻ കുറേ കാലമായി നിങ്ങളോട് ശ്രീമദ് ഭാഗവതം കൃഷ്ണന്റെ അന്തിമോപദേശം നൽകി. ഇപ്പൊ ശ്രീകൃഷ്ണൻ മധ്യവയസ്സിൽ നൽകിയിട്ടുള്ള ഗീതയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. ഭക്തി നമുക്കുണ്ട്, ഭാഗവതം കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീത എന്താണെന്ന് മനസ്സിലാക്കൂ. അതാണ് ഞാനിത് പ്രത്യേകം പറയാൻ തുടങ്ങിയത്. ഞാനിത് പറയുന്ന സമയത്ത് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു ഗീതാ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പം നടക്കുമ്പോൾ ഞാനിത് പറയാൻ പോണോ എന്നിങ്ങനെ ആലോചിച്ചു. അവസാനം എൻ്റെ മനസ്സിൽ തോന്നി, ഞങ്ങളൊക്കെ ഭഗവത്ഗീത പറയേണ്ടവരാ, ഭാഗവതം പറയേണ്ടവരല്ല. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഇത് 3 എണ്ണാണ്. അതിൽ എല്ലാവർക്കും സാർവത്രികമായിട്ടുള്ളതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത പറയാതെ, നിങ്ങളെ കേൾപ്പിക്കാതെ ഒരു പക്ഷേ ഭൂമാനന്ദ സ്വാമിയുടെ ജീവിതം തന്നെ പരിസമാപിക്കില്ല. അതാണ് ഈ ഭഗവത്ഗീത എടുത്തത്. വാസ്തവത്തിൽ ഇതിനൊരു പുനരുക്തി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് അവിടെ. എന്താ? ഒരാൾ പറയണു, ഉദിച്ചൈതന്യ പറയുന്നുണ്ട്. ആ പറയുന്ന കഴിഞ്ഞ ഉടനെ രണ്ടാമത് ഇത് കേൾക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഷമാവോ ശരിയാവോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് അവസാനം എൻ്റെ മനസ്സിൽ തോന്നി, ചിലരോടൊക്കെ ചോദിച്ചു, സ്വാമിജി ഒരു വിഷമവും ഇല്ല, ഞങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. സ്വാമിജി പറയുമ്പോൾ അതൊരു തരം ഒന്ന് വേറെയാവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് തുടങ്ങിയത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രേക്ഷകരെ, വളരെ സന്തോഷമുണ്ട്, സാഫല്യ ബോധമുണ്ട്. സൗഭാഗ്യത്തിൻ്റെ കൂമ്പാരത്തിലാണ് ഭൂമാനന്ദ സ്വാമി ഇരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ഭഗവത്ഗീത കൊണ്ട് ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രിയ ജ്ഞാന വൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗയിതീരണ. ഈ 6 കൂട്ടമാണ് ഭഗം എന്ന് പറയുന്ന ഐശ്വര്യം. ആ ഭഗമുള്ളവനാണ് ഭഗവാൻ. കൃഷ്ണൻ അങ്ങനെ ഒരാളായിരുന്നു. ആ ഭഗം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നിങ്ങളൊക്കെ ഈ ഭഗവാനാവണം എന്ന് വിചാരിച്ച് ആ ഭഗമുണ്ടാക്കാനാണ് ഈ ഭഗവത്ഗീത പറയുന്നത്. അഹേതുകദയാ സിന്ധുഹു ബന്ധുരാനമതാം സതാം. അഹേതുകദയാ സിന്ധുഹു, കാരണമറിയാത്ത ദയാസമുദ്രം. അടുത്തു വന്ന് നമസ്കരിക്കുന്നവർക്ക് സത്യം പറഞ്ഞു കൊടുക്കണം എന്നൊരൊറ്റ വിചാരത്തിൽ അനുഭാവത്തോടു കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾ. ഇങ്ങനെ ഒരാൾ എളുപ്പത്തിൽ ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ആത്മജ്ഞാനികൾ ചുരുക്കം. എന്താ? മനസ്സ് ശുദ്ധമാവണം, ആഗ്രഹം പാടില്ല, ബ്രഹ്മത്തിനെ അങ്ങേ അറ്റത്തിൽ അറിയണം, ബ്രഹ്മത്തിൽ മാത്രമായിരിക്കണം സ്ഥിതി. സ്ഥിതപ്രജ്ഞൻ, സ്ഥിതധീ, ആത്മജ്ഞൻ, ആത്മസ്ഥിതൻ, വേറെ ഒന്നും ഉണ്ടാവരുത്. ബ്രഹ്മനിഷ്ഠ എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെയാണ് നിഷ്ഠ. അതിൽ ഹോമമില്ല, ജപമില്ല, പൂജയില്ല, ആരാധനയില്ല, ദീപാരാധനയില്ല, ശരീരത്തിൽ ഭസ്മം പൂശലില്ല, ഒന്നുമില്ല. മനസ്സും ബുദ്ധിയും ബ്രഹ്മചിന്തനം. അവസാനം ചിന്തനവും വേണ്ട, ഉള്ളതൊക്കെ ബ്രഹ്മമാണ്. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെ ആയിത്തീരും. അങ്ങനെയുള്ള ഉത്തമ നിഷ്ഠയുള്ളവരാണ് ഇത് പറഞ്ഞ് പ്രതിപാദിക്കുന്നവർ. അങ്ങനെയുള്ള പ്രതിപാദനം എളുപ്പം സാധിക്കില്ല ഈ വക ആവശ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. കൃഷ്ണനുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കൃഷ്ണൻ പ്രസിദ്ധനായത്? അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ തുമ്പിൽ ഗോവർദ്ധനം കയറ്റി എന്ന് പറഞ്ഞത് കൊണ്ടൊന്നുമല്ല കൃഷ്ണന്. എത്ര ആൾ കേൾക്കുന്നുണ്ട് ആ ചരിത്രം? കുറേ ആൾക്കാരൊക്കെ കേൾക്കും, അത്രയേ ഉള്ളൂ. കൃഷ്ണനായത്
അർജുനൻ്റെ മൗഢ്യവും ദൗർബല്യവും മാറ്റി ധീര വീര പുരുഷനാക്കി തീർത്ത ആ പ്രഭാവമാണ് കൃഷ്ണനിൽ നാം കാണുന്നത്. ഈ ഭഗവത്ഗീത മാറ്റി നിർത്തിയാൽ ഉദ്ധവൻ ഉപദേശിച്ച ഗീത മാറ്റി നിർത്തിയാൽ ഈ കൃഷ്ണ ജീവിതത്തിൽ നമുക്കൊന്നും അനുസ്മരണാർഹമായി ഉണ്ടാവില്ല. അതാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര എന്ന് പറഞ്ഞ് സഞ്ജയൻ അവസാനിപ്പിക്കുന്നത്. കൃഷ്ണൻ യോഗേശ്വരനായി എവിടെ? കുരുക്ഷേത്രത്തിൽ. എപ്പോ? കുതിരയുടെ കടിഞ്ഞാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നാക്കം നോക്കി ചാട്ടയോടുകൂടി അർജുനനെ നോക്കി സംസാരിക്കാൻ തുടങ്ങി മുഴുവനാക്കിയപ്പോൾ അപ്പോഴാണ് യോഗേശ്വരനായത്. അല്ലാണ്ട് തലകുത്തി നിന്നിട്ടല്ല, ഗോവർദ്ധനം കയ്യിലെടുത്തിട്ടല്ല. യോഗേശ്വരനായത് ഈ യോഗരഹസ്യം അതാണല്ലോ ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറയുന്നത്. ഓരോ അധ്യായത്തിലും ബ്രഹ്മവിദ്യയാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് യോഗശാസ്ത്രമാണ്. 18 അധ്യായങ്ങൾക്ക് 18 യോഗനാമങ്ങളാണ്. വിഷാദ യോഗം കഴിഞ്ഞ് നമ്മളിപ്പോൾ സാഖ്യയോഗത്തിലാണ്. അപ്പൊ കൃഷ്ണന് എന്തുകൊണ്ടാണ് ഇത്ര മഹത്വവും അപൂർവതയും വന്നത്? ഈ ഭഗവത്ഗീത ഒന്നുകൊണ്ട് മാത്രമാണ്. സംസ്കൃതത്തിൽ എത്ര വ്യാഖ്യാനം നമ്മുടെ സന്യാസിവര്യന്മാർ എഴുതിയിരിക്കുന്നു. ഹനുമത് പൈശാച ഭാഷ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ നിന്ന് എത്രയോ ഭാഷ്യങ്ങൾ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവത് ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഈ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് അന്യമായ ഒരു വസ്തുവല്ലാതെ നാം തന്നെയാണ്. നാം തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ഒരു സംഘാതമാണല്ലോ. ശരീരമാകട്ടെ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. ആ കൂട്ടായ ഒരു സംഘടിതമായ വ്യക്തിത്വം എന്ന് തന്നെ പറയാം. അനവധി ഘടകങ്ങൾ കൂടിച്ചേർന്ന് ഒന്നിച്ചുണ്ടായിട്ടുള്ള ഒരു വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിൽ തന്നെ പല തട്ടുകളും പല പതനങ്ങളും പല ഉറകളുമുണ്ട്. ആ ഉറകളെയാണ് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നൊക്കെ ഇങ്ങനെ പരമ്പരാഗതമായി പറയൂലോ. ഇതൊക്കെ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഭാഗത്ത് ശരീരത്തിനേക്കാൾ അടുപ്പമാണ് നമുക്ക് മനസ്സിനോട്. മനസ്സിനേക്കാൾ അടുപ്പമാണ് ബുദ്ധിയേക്കാൾ അടുപ്പമാണ് അഹങ്കാരം. അപ്പൊ ഏറ്റവും അടുത്ത് നിൽക്കുന്നതും താൻ തന്നെയുമായിട്ടുള്ളതാണ് ഈ ആത്മ. ആ ആത്മാ എങ്ങനെ ഈ അനന്തവും അസംഖ്യവുമായിരിക്കുന്ന ലോകത്തിന് ഹേതു, ഉറവിടം, കാരണമാകും? അവിടെയാണ് ഈ അദ്ഭുതം കിടക്കുന്നത്. അദ്ഭുതത്തിൻ്റെ വിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു ഈ ലോകത്തിന് മുഴുവനുള്ള കാരണം. ഈ ലോകത്തിന് മുഴുവൻ കാണിച്ചു തരുന്നത് ആരാ എന്താന്ന് ചോദിച്ചാൽ, ഇപ്പൊ സൂര്യൻ വലിയ ഒരു പ്രകാശമാണ്. ഭൂതലത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. പകുതി ഭാഗം ഭൂമി ഉരുണ്ടത് കൊണ്ടാണ് മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റാത്തത്. ആ സൂര്യനെ നാം നോക്കിക്കാണുന്നു ചെറിയ കണ്ണുകൊണ്ട്. അപ്പൊ ആ ചെറിയ കണ്ണിൻ്റെ ശ്രേഷ്ഠതയും യോഗ്യതയും പ്രഭാവവും മികവുമൊക്കെ എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കണ്ണിനെ പോലെ മൂക്ക്, കാത്, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഉണ്ടാക്കി തൻ്റെ ഉള്ളിൽ വാഴുന്ന പരമപ്രഭാവമാണ് ഈ ആത്മ. അങ്ങനെ ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പേറി നടക്കുകയാണ് ഓരോ മനുഷ്യനും. എന്നിട്ടിത് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ലോകത്തിന് മുഴുവൻ ഹേതു നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത് അത്യദ്ഭുതമാണ്. വിചാരിക്കാൻ തുടങ്ങിയാൽ തന്നെ മനസ്സിന് സമ്മതമാവില്ല. മനസ്സിന് സമ്മതമായാൽ തന്നെ അത് സ്ഥിരമായി നിൽക്കില്ല. പല വിധത്തിലുള്ള വിഷമമുണ്ട്. കഠോപനിഷത്ത് പറയുന്നത് പോലെ അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. ഈ ആത്മാ എന്ന് പറഞ്ഞാൽ മഹാമേരു പോലെയോ ഹിമാലയം പോലെയോ ഭീമമായ ഒരു സാധനമല്ല. അതിസൂക്ഷ്മമായ ഒരു സാന്നിധ്യമാണ്. അത് അവനവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കിടന്ന് കളിക്കുന്നത്. അത് ആണവികമാണ്. അണീയാൻ ഹ്യതർക്യം അണുപ്രമാണാത്. അത് തർക്കിച്ച് അങ്ങോട്ട് പേർത്തെടുക്കാൻ പറ്റില്ല. ഈ തർക്കമല്ലാതെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതല്ലാതെ, ആലോചിക്കുന്നതല്ലാതെ, മനനം ചെയ്യുന്നതല്ലാതെ ഇതൊക്കെ അതിന് പൂർവ്വവിധികളോ മുന്നോടികളോ ആകാം. അവസാനം ഇത് കണ്ടെത്താൻ ഈ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഒക്കെ നിശ്ചലമായി ഉള്ളിൽ സാക്ഷാത്കരിക്കണം. അതുകൊണ്ടാണ് ഇത് വളരെ അപൂർവവും ആശ്ചര്യവുമായി നിൽക്കുന്നത്. ആ കാര്യമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഈ വസിഷ്ഠനുള്ള സ്ഥാനം എന്താ ആലോചിച്ച് നോക്കൂ. എന്താ അദ്ദേഹത്തിനുള്ള സ്ഥാനം? ഈ പരമാത്മ വിഷയത്തെ ഏറ്റവും അധികം
വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട ഒരു ദേശികനാണ് വസിഷ്ഠൻ. നമ്മുടെ ഇക്ഷ്വാകു വംശത്തിൽ കുലഗുരുവായിരുന്നു അദ്ദേഹം. 16 വയസ്സുള്ള ശ്രീരാമനെ 18 ദിവസം പിടിച്ചിരുത്തി സംസാരിച്ച് ബോധ്യപ്പെടുത്തി ശ്രീരാമൻ്റെ മനസ്സും ബുദ്ധിയുമെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ, ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ അലിഞ്ഞില്ലാതെയായി ആത്മസാക്ഷാത്കാരത്തിൽ മുങ്ങി പറയുന്നത് പോലും കേൾക്കാൻ പറ്റാതെ കണ്ണടച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താ ആലോചിച്ച് നോക്കൂ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തേ ഉള്ളൂ. കണ്ടപ്പോഴോ അർജുനന് പേടിയായി. ഇവിടെ ശ്രീരാമന് വിശ്വരൂപമൊന്നും കാണിക്കേണ്ടി വന്നില്ല. വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായി നിൽക്കുന്ന തൻ്റെ ഉൾപ്രഭാവം, സാന്നിധ്യം ഇരുന്ന ഇരിപ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് ശ്രീരാമൻ ഗ്രഹിച്ച് തൻ്റെ കണ്ണടഞ്ഞു, മനസ്സും ബുദ്ധിയും ഉള്ളിൽ ആത്മാവിൽ ലയിച്ചു. അങ്ങനെ അങ്ങേ അറ്റത്ത് അസംപ്രജ്ഞാത സമാധി എന്ന് പറയുന്ന സമാധി അനുഭവമായി. വിശ്വരൂപം കാണിച്ചതോ മേലെ, അതോ വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തതോ മേലെ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അപ്പോൾ വസിഷ്ഠനുള്ള സ്ഥാനം ഇതാണ്. ഈ ബ്രഹ്മവിദ്യയെ വേണ്ടതുപോലെ പ്രതിപാദിച്ച് അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ്. അത് അദ്ദേഹം ചെയ്തു. ആ ആളാണ് ഏറ്റവും ആശ്ചര്യവാൻ. അതുകൊണ്ടാണ് ഈ ആത്മാ ആശ്ചര്യമാണ്, ആത്മാവിനെ അറിയുന്നവനും അത്യാശ്ചര്യവാനാണ് എന്നിങ്ങനെ കൃഷ്ണൻ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പലതും പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ 2 ശ്ലോകം വന്നു. അത് ഞാൻ എഴുതിയതൊന്ന് വായിച്ച് നിങ്ങളോട് പറയാം. അദ്ഭുത പ്രതിഭാസം ഹി വിശ്വം തത് സംഭവോ യതഃ മനോബുദ്ധീന്ദ്രിയാതീതഃ സ്വാത്മൈവേഹ്യദ്ഭുതോ മഹാൻ. അദ്ഭുത പ്രതിഭാസം ഹി വിശ്വം തത് സംഭവോ യതഃ. അദ്ഭുത പ്രതിഭാസം ഹി വിശ്വം. ഈ വിശ്വം എങ്ങനെ നോക്കിയാലും അദ്ഭുത പ്രതിഭാസമാണ്. പ്രതിഭാസം എന്ന് പറയാൻ എന്താ കാരണം? നാം ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ വിശ്വം കാണപ്പെടുള്ളൂ. നമ്മളാണ് ഉണരുന്നത്, വിശ്വമല്ല ഉണരുന്നത്. വിശ്വത്തിന് ഉണർച്ചയില്ല, ഉറക്കവുമില്ല. കാണുന്ന നമ്മൾക്കാണ് ഉറക്കം, ഉണർവ് എന്ന് പറയുന്ന 2 അവസ്ഥ. അതിൽ നാം നമ്മളിൽ തന്നെ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഉണർവ്, ജാഗ്രത അവസ്ഥ. അങ്ങനെ നാം ഉണരുമ്പോൾ ഇന്ദ്രിയങ്ങളെ സജീവമാക്കി ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ കൊണ്ട് അനന്തമായി അസംഖ്യമായിരിക്കുന്ന വിശ്വദർശനം നമുക്ക് അനുഭവപ്പെടുന്നു. ഏതുപോലെ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സിൽ ഒരു സ്വപ്ന പ്രപഞ്ചം ഉണ്ടാകുന്നത് പോലെയാണ് ഉണർന്നിരിക്കുന്നവൻ്റെ മനസ്സിൽ ജാഗ്രത് പ്രപഞ്ചവും ഉണ്ടാകുന്നത്. സ്വപ്ന പ്രപഞ്ചം നമ്മുടെ മനസ്സിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് അതിന് സ്ഥൂലത്വം നമുക്ക് കൽപ്പിക്കാൻ വയ്യ. എന്നാൽ ജാഗ്രത്തിൽ കാണുന്ന പ്രപഞ്ചം എല്ലാവരും ഒരേ സമയത്ത് ഉണർന്നിരിക്കുമ്പോൾ ഒരേ സമയത്ത് കാണുന്നതിനാൽ അതിന് ഒരു കോമൺനെസ് ഉണ്ട്, ഒരു സാർവത്രികതയുണ്ട്. പരസ്പരം വ്യവഹരിക്കാനും വ്യപദേശിക്കാനും നമുക്ക് പറ്റും. അതുകൊണ്ടാണ് അതിന് സ്ഥൂലത്വമുള്ളത്. ഇന്ദ്രിയങ്ങൾക്ക് കാണാവുന്നത് എന്ന അർത്ഥത്തിലാണ് സ്ഥൂല ശബ്ദം നാം പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചം അദ്ഭുതമാണ് ഇതിൻ്റെ പ്രതിഭാസം. അത് മനസ്സിലാണ് അതിൻ്റെ പതിപ്പുകൾ മുഴുവൻ ഉണ്ടാവുന്നത്. നിങ്ങൾ എന്ത് കാണുമ്പോഴും കാണപ്പെടുന്ന വസ്തു അങ്ങ് അകലെ നിൽക്കുകയാണ്. കാഴ്ച നിങ്ങളുടെ ഉള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ ആ വസ്തുവിൻ്റെ ഒരു പ്രതിച്ഛായ മനസ്സുണ്ടാക്കി ആ പ്രതിച്ഛായയോടാണ് നിങ്ങൾക്ക് സമ്പർക്കവും അനുഭവവും എല്ലാം തന്നെ. അതാണ് അതിന് പ്രതിഭാസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രതിഭാസമോ അത്യത്ഭുതം. മനുഷ്യൻ ഉണർന്നാൽ പ്രപഞ്ചം അങ്ങോട്ട് വന്നു, മനുഷ്യൻ ഉറങ്ങിയാലോ പ്രപഞ്ചം മുഴുവനും പോയി. അപ്പം ഇതൊക്കെ ഒരു പ്രതീതി രൂപത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതാണെന്ന് വരുമ്പോൾ അതിന് പ്രാതിഭാസികത്വം കൽപ്പിക്കാതെ വയ്യ. തത് സംഭവോയത. അങ്ങനെയുള്ള ഒരു അത്യത്ഭുതമായിരിക്കുന്ന വിശ്വം എവിടുന്നുണ്ടായോ, എന്തെ ചൊല്ലി ഉണ്ടായോ, അത് ഇതിനേക്കാൾ വലിയ അത്ഭുതമാണല്ലോ. മനോബുദ്ധി ഇന്ദ്രിയാതീത. ആ ഹേതു എവിടെയാ? മനസ്സിലാണോ? അല്ല. ബുദ്ധിയിലാണോ? അല്ല. മനസ്സിനും ബുദ്ധിക്കും അതീതമായിരിക്കുന്ന ഒരു ഉൾത്തലത്തിലാണ്. സ്വാത്മാ ഏവ ഇഹ അദ്ഭുതോ മഹാൻ. മനസ്സിനും ബുദ്ധിക്കും അതീതമായി ഞാൻ എന്ന വാക്കിന് നിദാനമായിരിക്കുന്നത് എന്തോ അതാണ് ഇതിൻ്റെ ഹേതു. ഈ ഹേതു പുറമേ അല്ല, അകലെയല്ല, അന്യമല്ല, ദൂരത്തല്ല, ഏറ്റവും സമീപസ്ഥമാണ്. നാം തന്നെയാണ്, താൻ തന്നെയാണ്. ആ ഹേതുവിനെ അപ്പം എന്തു പറയണം? അതും അദ്ഭുതോ മഹാൻ, മഹത്തായ അദ്ഭുതമാണ്. അദ്ഭുത പ്രതിഭാസം ഹി വിശ്വം തത് സംഭവോ യതഃ മനോബുദ്ധീന്ദ്രിയാതീതഃ സ്വാത്മൈവേഹ്യദ്ഭുതോ മഹാൻ.
യോ ജാനാതി തമാത്മാനം യോ ജ്ഞാത്വാ ബോധയത്യുത സോപ്യേഹ പരമാശ്ചര്യ തസ്യ ഭാഷ മഹാത്ഭുത. യോ ജാനാതി തമാത്മാനം, ഇങ്ങനെ ഈ അദ്ഭുത പ്രതിഭാസമായിരിക്കുന്ന പ്രപഞ്ചത്തിനു മുഴുവനും കാരണമായി, ഉറവിടമായി, സ്രോതസ്സായിരിക്കുന്ന ആത്മാവുണ്ടല്ലോ. ബാക്കി പറയണതൊക്കെ ശരി, ഈ ലോകത്തിനൊരു ഉദ്ഭവം വേണം, ഉത്പത്തി വേണം, ഉറവിടം വേണം, ഇതുവരെയൊക്കെ എല്ലാവരും സമ്മതിക്കും. പക്ഷെ ആ ഉറവിടം ഈ കാണുന്നവൻ്റെയും അനുഭവിക്കുന്നവൻ്റെയും ഉള്ളിലുള്ള ആത്മാവാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞെട്ടണത്. അതുവരെ പറയണതൊക്കെ ശരിയാ. വലിയൊരു സാധനത്തിന് വലിയൊരു കാരണം വേണം, അതിലും വലിയതിന് അതിലും വലിയ കാരണം വേണം. അപ്പൊ പ്രപഞ്ചത്തിനേക്കാൾ മികച്ചതാണ് പ്രപഞ്ച കാരണം, അതുവരെ സമ്മതിച്ചു. പക്ഷെ ആ കാരണം കിടക്കുന്നത് തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിന് അപ്പുറത്താണത് കിടക്കുന്നത്. അതിനെയാണ് താൻ ഞാൻ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്താ? അത് തന്നെയാ. യോ ജാനാതിതമാത്മാനം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഹേതുവായി തൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന പ്രത്യയത്തിന് കാരണമായോ നിദാനമായോ ഇരിക്കുന്ന ആ സാന്നിധ്യത്തെ ഈ പ്രപഞ്ച ഹേതുവായി ആര് മനസ്സിലാക്കുന്നുവോ, യോ ജ്ഞാത്വാ ബോധയത്യുത, അറിഞ്ഞതിന് ശേഷം പറയാനും സാധിക്കണം. പലർക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് ഉണ്ടാവാം അനുഭവം. അനുഭവമുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. പറയാന്ന് പറയുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കണം, താരതമ്യ പഠനം നടത്തേണ്ടി വരും, തുലനം ചെയ്യേണ്ടി വരും. എത്ര വാക്കുകളാ ഓരോ ഡിക്ഷണറിയിൽ? ശബ്ദകൽപ്പദ്രുമം എന്നൊക്കെയാ പറയുക ഡിക്ഷണറിക്ക്. ആ ഡിക്ഷണറിയിൽ എത്ര പദങ്ങളാ? ഈ പദങ്ങൾ മുഴുവനില്ലെങ്കിലും അവനവന് ആവശ്യമുള്ള പദങ്ങൾ മനസ്സിലാക്കണം. പദങ്ങളുടെ അർത്ഥം നല്ല പോലെ ഗ്രഹിക്കണം. അർത്ഥം ഗ്രഹിക്കുന്നത് എളുപ്പമല്ല. ഇപ്പം നമ്മുടെ മാസികയിലായാലും കാണാം, ന്യൂസ് പേപ്പറിലായാലും കാണാം, തീരെ തെറ്റില്ലാത്തതാണ് ന്യൂസ് പേപ്പറൊക്കെ. പക്ഷെ എത്ര തെറ്റുണ്ടാവും അതിൽ? ഒരേ ശബ്ദം പലതരത്തിലാണ് ഉപയോഗിക്കുക. നോക്കൂ, ഉദ്ഘാടനം ചെയ്തു എന്നൊരു വാക്ക് ഞാൻ എപ്പോഴും നോക്കും. ഉദ്ഘാടനം ചെയ്തു എന്ന് ചിലര്, ഉദ്ഘാടനം ചെയ്തു എന്ന് ചിലര്, ഉദ്ഘാടനം ചെയ്തു എന്ന് വേറെ ഒരു കൂട്ടർ. ഒരേ പത്രത്തിൽ തന്നെ 2-3 തരത്തിൽ കാണാം. അപ്പം ഈ ഒരു ശബ്ദത്തിന് ഒരു സ്പെല്ലിംഗ് അല്ലേ അപ്പ? അത് ഉദ്ഘാടനമോ ഉദ്ഘാടനമോ അതോ ഉദ്ഘാടനമോ? ഇതിന് ചില വ്യാകരണവും വ്യവസ്ഥകളും ഒക്കെ ഇല്ലേ? പിതാവിന് മാതാവിന് എന്ന് പറയും, എന്നാലോ ഷിക്കാഗോയ്ക്ക് എന്നാ പറയുന്നത് അവിടെ. അപ്പോഴേക്ക് ഓടി വന്നു വേറൊരു റൂള്. പിതാവിന് മാതാവിന് സ്വസയ്ക്ക് അമ്മയ്ക്ക് ഇതൊക്കെ പറയും. ഷിക്കാഗോയ്ക്ക് എന്ന് പറയുന്നത് എങ്ങനെയാ? തൃശ്ശൂരിൽ ഞാൻ കുറേ കൊല്ലങ്ങൾ മുൻപ് എവിടെയോ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പരസ്യം, മാതായിൽ നിന്ന്. എന്താ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ പദങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ആ പദങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ ആത്മാവിനെ വെളിപ്പെടുത്തണം. പദങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയതാ? ലോകവസ്തുക്കളിൽ നിന്ന് കിട്ടിയതാ. സ്ഥൂലമണ്ഡലത്തിൽ നിന്ന്, ഇന്ദ്രിയ തലത്തിൽ നിന്ന്, ഇന്ദ്രിയങ്ങളെ വ്യവഹരിച്ച് പ്രയോഗിച്ച് വിനിയോഗിച്ച് കിട്ടുന്നതാണ് നമ്മുടെ അറിവ് മുഴുവനും. ആ അറിവിന് ആശ്രയമായിരിക്കുന്നത് സ്ഥൂല വസ്തുക്കളും ബാഹ്യലോകവുമാണ്. എന്നാൽ ഈ പദങ്ങളൊക്കെ വച്ച് നമുക്ക് വ്യപദേശിക്കേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്താ? ഉള്ളിലുള്ള ആത്മാവിനെയാണ്. അപ്പം ഈ പുറം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉള്ളാത്മാവിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു വൈരുദ്ധ്യമാണത്. പക്ഷെ ആ വൈരുദ്ധ്യം തരണം ചെയ്ത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് സാധിക്കുന്ന ചിലർ. നോക്കൂ, ഇവിടെ നടക്കുന്നത് യുദ്ധമാണ്. എവിടെയാ? കുരുക്ഷേത്രത്തിൽ. എത്ര സമയമുണ്ട് യുദ്ധം തുടങ്ങാൻ? ഏതാണ്ട് എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം. അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം ഉണ്ടാവും. അതിൻ്റെ ഇടയിലാണ് അർജുനന് വലിയ മൗഢ്യവും പാരവശ്യവും വന്നത്. ആ പാരവശ്യം വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ സാരഥിക്ക് കൃഷ്ണന്? എങ്ങനെയെങ്കിലും ആ പാരവശ്യം തീർക്കണം. അതിനെന്താ? ആത്മവിദ്യ, സാഖ്യവിദ്യ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. സാഖ്യം എളുപ്പമാണോ പറഞ്ഞു കൊടുക്കാൻ? ഇങ്ങനെ ഒരു ഘട്ടത്തിലാണോ പറയുക? ഇങ്ങനെ ഒരു ആവശ്യത്തിനാണോ പറയുക? ഇത്ര സമയ ചുരുക്കത്തിലാണോ പറയുക? ഇത്ര നാളും പറഞ്ഞത് ആരാ? മഹർഷിമാര്, തപസ്വികള്. എവിടെ? വനാന്തരങ്ങളിൽ. എന്നിട്ട് കുടീരത്തിൽ. ആരോട്? എല്ലാം ഉപേക്ഷിച്ച് തേടിപ്പിടിച്ച് എനിക്ക് ഇനി ഒരാശ്രയവും ഇല്ലേ, ഞാൻ ഇവിടെ തന്നെയാന്ന് പറഞ്ഞു കൂടുന്ന ശിഷ്യന്മാർക്കാണ് ഉപദേശിച്ചത്. അപ്പം രാവും പകലും ദിനങ്ങളും പക്ഷങ്ങളും ഒക്കെ അവർക്ക് ലഭ്യമായിരുന്നു. ഇവിടെ അതൊന്നുമില്ല.
കുതിരകൾ അക്ഷമകളായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കടിഞ്ഞാണ് പിടിക്കണം. കയ്യിലൊരു ചാട്ടയുണ്ട്, പിന്നിൽ അർജുനനും ഉണ്ട്. ഈ അർജുനനെ നോക്കി വായ മാത്രമേ അനങ്ങാൻ പറ്റുള്ളൂ, ശരീരമൊന്നും അനക്കാൻ കൃഷ്ണന് പറ്റിയില്ല. അപ്പോൾ വായ കൊണ്ട് സംസാരിച്ച് അർജുനൻ്റെ പാരവശ്യം തീർക്കണം. അതും യുദ്ധമാണ് രംഗം. യുദ്ധം എന്ന് പറഞ്ഞാലോ ഒരു നിലയ്ക്ക് നിഷ്ഠുരമായിരിക്കുന്ന കഠിനമായ പ്രവൃത്തിയാണ്. ആ കഠിന പ്രവൃത്തിയിൽ പരമശാന്തമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഈ വൈരുദ്ധ്യം എത്രയുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ കൃഷ്ണൻ അത് ചെയ്തുല്ലോ. ആ ചെയ്തതിലാണ് കൃഷ്ണൻ്റെയും ഭഗവത്ഗീതയുടെയും നിസ്തുലമായ വൈഭവം. ലോകം മുഴുവനും അറിയണം. ഇത് ഭാരതത്തിൻ്റെ ഒളിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രന്ഥമോ ശാസ്ത്രമോ അല്ല. സംഘർഷശാസ്ത്രം, യുദ്ധശാസ്ത്രം, പ്രവർത്തനശാസ്ത്രം, വൈരുദ്ധ്യങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കി തുടച്ചു മാറ്റി പരിഹരിക്കുന്ന ശാസ്ത്രം, ആശയത്തെളിച്ച ശാസ്ത്രം. മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാസം എതുവരെ ആവാം, ബുദ്ധിയുടെ തെളിച്ചം എതുവരെ ആവാം, ബുദ്ധിക്ക് സൂക്ഷ്മവസ്തുവെ ഗ്രഹിക്കാൻ എത്ര കണ്ട് പ്രാപ്തിയുണ്ട്, സാധിക്കുമോ എന്നുള്ളത് സർവ്വ കാര്യങ്ങളും ഇവിടെ പറയുന്നു. മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി അപഗ്രഥിച്ചിരിക്കുക. കൃഷ്ണൻ പറഞ്ഞു, മരണത്തെക്കുറിച്ച് ധീരൻ ഒരിക്കലും മോഹിക്കില്ല എന്ന്. ജീവിതത്തെക്കുറിച്ചോ ഒരിക്കലും കുലുങ്ങില്ല. ജീവിതം സുഖദുഃഖങ്ങളുടെ കൂത്തുരംഗമാണ് ജീവിതം. അതിൽ സുഖത്തിനോടും ദുഃഖത്തിനോടും നമുക്ക് പ്രതിപത്തി ആവശ്യമില്ല. രണ്ടും വന്നു പോകുന്നതാണ്, ജീവിതത്തിൻ്റെ അനിവാര്യ ഭാഗങ്ങളാണ്. അതിനെ സഹിക്കുക, ആ സഹനത്തിലാണ് മോക്ഷം പോലും അടങ്ങുന്നത് എന്നാണ് പറയുന്നത്. പടക്കളത്തിൽ നിന്ന് സംസാരിക്കുകയാണ്. ജീവിതം എന്ന് പറയുന്നത് സമ്പർക്കാത്മകം. ആ സമ്പർക്കത്തിൽ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിൽ, ലോകവസ്തുക്കൾ ചുറ്റും, ഇവ രണ്ടും കൂടി നടക്കുന്ന സമ്പർക്കത്തിൽ സുഖദുഃഖങ്ങൾ സ്വാഭാവികമായി വരുന്നു. അതിൽ സുഖത്തിനോട് പ്രതിപത്തിയോ ദുഃഖത്തിനോട് വൈമനസ്യമോ രണ്ടും വേണ്ട. സമഭാവത്തോടു കൂടി അവയെ നേരിട്ട് കൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ മതി അർജുന, നിനക്ക് മോക്ഷമായി, ശ്രേയസ്സായി, സർവ്വതുമായി എന്ന്. ഇത് പറയുക മാത്രമാണോ? അല്ല. അർജുനൻ കേട്ടു, കേട്ടത് ഗ്രഹിച്ചു, ബോധ്യമായി, എല്ലാം വ്യക്തമായി. ഇങ്ങനെ സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് ഒരേ ആത്മതത്വത്തെ വിവിധ ഭാഷയിൽ, വിവിധ പ്രയോഗങ്ങളിൽ, വിവിധ അനുബന്ധങ്ങളോടുകൂടി, പ്രയോഗങ്ങളോടുകൂടി, പ്രായോഗികതയോടുകൂടി പ്രതിപാദിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനേക്കാളും വലിയ വൈഭവമായി. യോ ജാനാതി തമാത്മാനം യോ ജ്ഞാത്വാ ബോധയത്യുത. അറിഞ്ഞതിന് ശേഷം ആരിത് പറഞ്ഞു മനസ്സിലാക്കുന്നുവോ സോപ്യേഹ പരമാശ്ചര്യ. അദ്ദേഹം പരമാശ്ചര്യനാണ്. ആത്മാവിനേക്കാളും മികച്ച ആശ്ചര്യമായി അദ്ദേഹം. തസ്യ ഭാഷ മഹാത്ഭുത. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കോ, അദ്ദേഹത്തിന് വിവരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളോ വിവരണങ്ങളോ ഇതൊക്കെ അത്യത്ഭുതമാണെന്നാണ് പറയുന്നത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതൊക്കെ ആയാലും അർജുന, അനവധി ആൾക്കാർ കേൾക്കാനുണ്ടാവും. കേട്ടവർ പല വിധത്തിലും ആലോചിച്ച് നോക്കും. എന്നാൽ ശരിക്കും ഉപദേശം കൈപ്പറ്റി വേണ്ടതുപോലെ സാധന ചെയ്ത് ഇത് ഗ്രഹിച്ച് ആശയത്തെളിച്ചവും ജീവൻ മുക്തിയും ഉണ്ടാവുന്നത് പ്രായേണ അപൂർവമാണ്. ആ അപൂർവ ഭാഗ്യമാണ് നിനക്ക് ഞാൻ സുലഭമായത് നല്ല ബുദ്ധിമുട്ടി നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ ഭാഗം. ആര്? കൃഷ്ണൻ. എന്നിട്ട് മെയിൻ തീം, പ്രധാനപ്പെട്ട മുഖ്യ തത്വധാരയിലേക്ക് പോവാണ്. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. നോക്കൂ, ഈ 2-ാം അധ്യായത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ പറയുന്നുണ്ട് നത്വം ശോചിതുമർഹസി, നൈവം ശോചിതുമർഹസി, തത്രകാ പരിദേവന. നീ ഒരിക്കലും ഈ കാര്യത്തിൽ ദുഃഖിക്കരുത്. ദുഃഖത്തിന് സ്ഥാനമില്ല, അവകാശമില്ല, അധികാരവുമില്ല. ദുഃഖിക്കുന്നതിന് പ്രസക്തിയില്ല, തെറ്റാണ്. ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. ചോദിച്ച ചോദ്യം മനസ്സിൽ എപ്പോഴും ഉണ്ട്. ദുഃഖനിവാരണമാണല്ലോ ആവശ്യപ്പെട്ടത്. ദേഹി നിത്യമവധ്യോയം. ദേഹി, ഒറ്റ ദേഹി. സർവസ്യ ദേഹേ, എല്ലാ ദേഹത്തിലും. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇന്നലെയും കൂടി ആശ്രമത്തിൽ ഒരാൾ വന്നു.
എന്നിട്ട് എന്താ ഒരു ചോദ്യം എഴുതി കൊണ്ടുവന്നിരിക്കുന്നു. നല്ലൊരു സാധികയാണ്. അവർ പറയാണ്, ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്, ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരണു, അങ്ങനെ ലയിച്ചു ചേർന്നവരാണ് ജീവൻ മുക്തന്മാര് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ജീവാത്മാവൊന്ന് പരമാത്മാവൊന്ന് എങ്ങനെയാ ലയിക്കുക, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന്. എന്താണ് ഈ ജീവാത്മ ശബ്ദത്തിന് അർത്ഥം? ആത്മാ ആത്മാ എന്ന് പറഞ്ഞാൽ ഒരാത്മാവേ ഉള്ളൂ. അധചൈലം നിത്യജാതം നിത്യം വാ മന്യസേ വ്രതം എന്ന് പറയുമ്പോഴും കൃഷ്ണൻ ആത്മാവിനെ ഏകവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആത്മാവ് ഒന്നേ ഉള്ളൂ. അതെങ്ങനെയാ ജീവാത്മാവും പരമാത്മാവും ആവുക? കയ്യും കാലും ആവുമോ? കണ്ണും മൂക്കും ആവുമോ? അപ്പം ജീവാത്മാ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ആത്മാവിനെ എത്രത്തോളം കാലം നിങ്ങൾ ജീവിക്കുന്നതായി പരിഗണിക്കുന്നുവോ അത്രത്തോളം കാലം അതിനെ ജീവാത്മാവ് എന്ന് നിങ്ങൾ പറയുകയാണ്.